ഇന്ന് ഞാൻ നിങ്ങൾക്ക് കടുകെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഒരു റെമഡിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മുട്ടില് വേദനയുണ്ട്, ജോയിന്റ്സിൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല രീതിയിൽ മാറ്റം കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു റെമഡിയും കൂടിയാണിത്. നോർമലി പറയുകയാണെങ്കിൽ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മുട്ടില് വേദനയൊക്കെ അല്ലേ. ഇതിന്റെ ഒരു കാരണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, സന്ധിവാതം പോലെയുള്ള കാര്യങ്ങൾ, കാർട്ടിലേജിൽ ഡാമേജ് വരിക, ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായിട്ട് കൂടുക, ഇത്തരത്തിൽ പറയുന്ന പല കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത്തരത്തിൽ മുട്ടിലെ വേദനയും ജോയിന്റ്സിലെ സ്റ്റിഫ്നെസ് ഒക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഇതിന്റെ കൂടെ സ്റ്റിഫ്നെസ്സും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനും നടക്കാനൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. ഇവിടെ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു റെമഡി, കടുകെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു റെമഡി നിങ്ങൾ നിത്യമായിട്ട് ഉപയോഗിച്ച് വരികയാണെങ്കിൽ നല്ലൊരു മാറ്റം എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എം ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. പ്രായമാകുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുട്ടിന്റെ ഇടയിലത്തെ ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടല്ലോ പതുക്കെ പതുക്കെ അത് കുറയാനായിട്ട് തുടങ്ങും. ഇത്തരത്തിൽ കുറയുന്ന സമയത്ത് നമ്മുടെ രണ്ട് മുട്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുട്ടിലെ വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇതിന്റെ കൂടെ അതിന്റെ പുറത്തൊരു ഇൻഫ്ലമേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു നീർക്കെട്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു വേദനയെ അത് കുറച്ചും കൂടി കൂട്ടുകയാണ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പെയിൻ കില്ലർ പോലെയുള്ള മെഡിസിൻസും മസിൽ റിലാക്സന്റ് പോലെയുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് നാളത്തേക്ക് നല്ലൊരു റിലീഫ് ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് പൂർണ്ണമായിട്ട് മാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള നാച്ചുറൽ റെമഡീസും യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഉള്ളിൽ നിന്ന് മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കും. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു നാച്ചുറൽ റെമഡി ഉണ്ടല്ലോ, അതും സെയിം എഫക്ട് തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. ഉള്ളിലത്തെ വേദനയെ നന്നായിട്ട് കുറയ്ക്കാൻ, ഇവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടിനെയും സ്റ്റിഫ്നെസ്സിനെ നന്നായിട്ട് കുറച്ചിട്ട് ഉള്ളിലൊരു ലൂബ്രിക്കേഷൻ കൊടുക്കാനും, നിത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ മൊബിലിറ്റി, അതായത് ഒരു മൂവ്മെന്റിനെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ റെമഡിക്കായിട്ട് നമ്മൾ 4 ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കടുകെണ്ണ. ഇപ്പൊ പല ആളുകൾ ചോദിക്കും കടുകെണ്ണ കിട്ടിയില്ലെങ്കിൽ ഏത് എണ്ണയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. എള്ളെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക. കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്യുന്നതിന്, പക്ഷേ കടുകെണ്ണയും എള്ളെണ്ണയുടെയും പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ചൂടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടാനായിട്ട് വളരെയധികം നല്ലതായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് വെളുത്തുള്ളി. മൂന്നാമത്തെ ഒരു കാര്യമാണ് മഞ്ഞൾപ്പൊടി. നാലാമത്തെയാണ് കർപ്പൂരം. ഈ 4 കാര്യങ്ങളാണ്, ഈ 4 പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ റെമഡിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കടുകെണ്ണയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നന്നായിട്ട് കൂട്ടാനും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാനും വളരെയധികം സഹായിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കടുകെണ്ണയ്ക്ക് ചെറിയൊരു ഉഷ്ണ പ്രോപ്പർട്ടിയാണ്, ചൂട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലത്തെ വേദനയെ നന്നായിട്ട് കുറയ്ക്കാനും വാദത്തിനെ നന്നായിട്ട് ശമിപ്പിക്കാനും വളരെയധികം സഹായിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഇതിൽ സൾഫർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൾഫർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറച്ചിട്ട് കാർട്ടിലേജിനെ കുറച്ചൊന്ന് റിപ്പയർ ചെയ്യാൻ വളരെ നല്ലതാണ്. എഗെയിൻ ഇതും കുറച്ചൊരു ചൂടുള്ള കാര്യം ആയതുകൊണ്ട് വേദനയെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇനി മഞ്ഞളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഇതിനൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആണല്ലേ. ശരീരത്തിലത്തെ നീർക്കെട്ടിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും, ഇപ്പൊ ആ ഒരു ഭാഗത്തിന്റെ ടിഷ്യൂ എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നാച്ചുറലി ഹീൽ ചെയ്തിട്ട് ഫ്ലെക്സിബിലിറ്റിനെ കൂട്ടാനും മഞ്ഞൾ നന്നായിട്ട് സഹായിക്കും. അവസാനത്തെ ഒരു കാര്യമാണ് കർപ്പൂരം. കർപ്പൂരത്തിന് ഒരു നാച്ചുറൽ അനാൽജസിക് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഒരു വേദന സംഹാരിയായിട്ട് നമുക്കിനെ കണക്കാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരു നാച്ചുറൽ പെയിൻ റിലീഫ് റെമഡി ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഉണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യാനുള്ളൊരു ഇൻഗ്രീഡിയന്റിന്റെ ക്വാണ്ടിറ്റിനനുസരിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറെ മോഡലും ഉണ്ടാക്കിയിട്ട് വെക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിനായിട്ട് നമ്മളൊരു പാൻ എടുക്കുക. ചെറിയൊരു പാൻ എടുത്തതിന് ശേഷം 2-3 ടീസ്പൂൺ നമ്മുടെ കടുകെണ്ണയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് പാൻ വളരെ സിം മോഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, വല്ലാതെ കരിയിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അത് ചൂടായി വന്നു എന്ന് കാണുന്ന സമയത്ത് 2-3 അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചതക്കി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇടുക. കരിയാതെ നിങ്ങൾ നോക്കണം. എന്നിട്ട് പാൻ സിം മോഡിൽ ഇടണം കേട്ടോ. സിം മോഡിൽ ഇട്ടിട്ട് വെളുത്തുള്ളി അതിൽ ആഡ് ചെയ്യുക. വെളുത്തുള്ളി ഒരു ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് ആ പാൻ ഓഫ് ആക്കിയിട്ട്, അതായത് സിം ഓഫ് ആക്കിയിട്ട് പാൻ മാറ്റി വെക്കുക. ആ ഒരു ചൂടോട് കൂടിയിട്ട് നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തത് കരിഞ്ഞു പോവും. പാൻ മാറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കുക. വല്ലാതെ തണുക്കണ്ട, ഒരു മീഡിയം ജസ്റ്റ് ഒന്ന് വാം ആകുന്ന സമയത്തുണ്ടല്ലോ അതിലേക്ക് ഒരു കർപ്പൂരം നന്നായിട്ട് പൊടിച്ചിട്ട് അതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മെൽറ്റ് ആവാനായിട്ട്. എന്നിട്ട് ആ ഒരു ചെറിയൊരു ചൂടോട് കൂടിയിട്ട് എവിടെയാണ് നിങ്ങൾക്ക് വേദന എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ ജോയിന്റ്സിലാണ് വേദനയെങ്കിൽ ജോയിന്റ്സിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ മുട്ടിന്റെ ഭാഗത്തായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു തുണി ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു തുണി, ഒരു പൊട്ട തുണി എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് കെട്ടി വെക്കുക. കെട്ടി വെക്കാൻ പറയുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കെട്ടി വെക്കുമ്പോൾ നന്നായിട്ട് അത് അബ്സോർബ് ചെയ്യും, അതിന്റെ ഗുണങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇത് കെട്ടി വെച്ച് നിങ്ങൾ കെടുക്കാനായിട്ട് നോക്കുക. രാത്രി ഇങ്ങനെ കെട്ടി വെച്ച് കെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് വെക്കാനും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇത് എത്ര വട്ടം നമ്മൾ യൂസ് ചെയ്യണം നോക്കി കഴിഞ്ഞാൽ, ദിവസത്തിൽ ഒരു 2 വട്ടമെങ്കിലും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. എങ്ങനെ എപ്പോഴൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു അത് കെട്ടി വെക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ നിങ്ങൾ രാവിലെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 4-5 മണിക്കൂർ നിങ്ങൾ കെട്ടി വെക്കുക. രാത്രിയാണെങ്കിൽ കെട്ടി വെച്ച് അങ്ങനെ തന്നെ കിടന്നുറങ്ങാം. ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 3-4 മണിക്കൂർ രാത്രി കെട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കാല് കഴുകിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കിടന്നുറങ്ങാം. കുഴപ്പമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഈ റെമഡി റെഗുലർ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും വിതിൻ എ ഡേയ്സ് കൊണ്ട് നല്ലൊരു റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് വർഷങ്ങളോളായിട്ടുള്ള ഒരു വേദനയൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ. ദിവസത്തിൽ 2 നേരമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് വരിക. പിന്നെ പതുക്കെ പതുക്കെ വേദന മാറുന്നതിനനുസരിച്ച് ഒരു നേരമായിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതുമാണ്. പക്ഷെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ മുട്ടുവേദനയ്ക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഓൾറെഡി ഞാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ള ഓൾറെഡി ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് ഒക്കെ കാണാം. ഇതല്ലാതെ മറ്റു പല കാര്യങ്ങളും മുട്ടുവേദനയ്ക്കായിട്ട് ചെയ്യേണ്ട മറ്റു പല കാര്യങ്ങളും ഞാൻ ഓൾറെഡി ചെയ്തിട്ടും കൂടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോസും കാണാവുന്നതും കൂടിയാണ്. വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.